ഇനി ബിഗ് ബോസ് ഹൗസിൽ വരാനുള്ളത് റസ്മിൻ്റെയും ജാസ്മിൻ്റെയും ഫാമിലിയാണ്. ബാക്കി എല്ലാവരും വന്നു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ജാസ്മിൻ്റെയും റസ്മിൻ്റെയും ഫാമിലി വന്നു, പക്ഷെ നാളത്തെ ലൈവിലാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താകും? കുറേ നെഗറ്റീവ്സ് ഉണ്ട്. ഗബ്രി പുറത്തു പോയി, പിന്നെ ജാസ്മിൻ ഇതുവരെയും കറക്റ്റ് ആ ഒരു ഗെയിമിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ പാരൻസ് വന്നിട്ട്, അതായത് ബാപ്പയും ഉമ്മയും ആയിരിക്കും വരുന്നത്. അവർ വന്നിട്ട് എന്ത് നടപടികളാണ് എടുക്കുന്നത്? അതോ ആസ് യൂഷ്വൽ വെറുതെ സമാധാനിപ്പിച്ചിട്ട് പോകുമോ? അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻസ്പിറേഷൻ കൊടുക്കുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നാളത്തെ ലൈവിൽ കാണാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കണ്ടതാണ് ഗബ്രി പോയി കഴിഞ്ഞ ശേഷം ജാസ്മിൻ്റെ ഒരു മാനസികാവസ്ഥ. അത് ഫേക്കാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ടാൽ നമുക്കറിയാം ഫേക്കാണോ അല്ലതാണോ, മനസ്സിൽ തട്ടിയിട്ടുള്ളതാണോ എന്നൊക്കെ ഉള്ളത്. ഞാനത് തീർത്ത് 100% ജെന്യൂൻ ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് ഒത്തിരി ഇപ്പോൾ റിക്കവറായിട്ടുണ്ട്, അത് സത്യമാണ്. അപ്പോൾ കേൾക്കുന്നത് ഗബ്രിയുടെ മാലയൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് വേണ്ടത്. ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അതൊന്നും സൂക്ഷിച്ച് വയ്ക്കേണ്ട കാര്യമില്ല. എന്തായാലും പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റും. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലുമാണല്ലോ. അപ്പോൾ അകത്ത് നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് ഗെയിം കളിക്കുക, വിൻ ചെയ്യുക എന്നൊക്കെയുള്ളത് പാരൻസിനെ പോലെ തന്നെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പല പല ആർമീസ് ഉണ്ട്. ജാസ്മിൻ്റെ ആർമിയുണ്ട്, റസ്മിൻ്റെ ആർമിയുണ്ട്. അങ്ങനെ അവരിലൊന്നും പെടാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. അപ്പോൾ നാളത്തെ ലൈവിൽ നമുക്ക് കാണാം ജാസ്മിൻ്റെ ബാപ്പ ഉമ്മ എന്തൊക്കെ പറയുന്നു, റസ്മിൻ്റെ ബാപ്പ ഉമ്മ വന്നിട്ട് എന്തൊക്കെ പറയുന്നു എന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ, ഗുഡ് നൈറ്റ്.